നല്ല കല്യാണമല്ലേ, സന്തോഷം. കഴിഞ്ഞു കിട്ടുകഴിഞ്ഞു വേണ്ട, ചെറിയ കല്യാണമല്ലേ. എല്ലാവരെയും അറിയിക്കുന്നവരെ അറിയിച്ചു, ക്ഷണം കുറച്ചു. നമ്മുടെ പേഴ്സൻ്റെ ഏറ്റവും അടുത്തൊക്കെ വളരെ സന്തോഷം കേട്ടോ. നന്ദി, താങ്ക് യു. ആദ്യം വല്ലപ്പോഴും അല്ലേ നമുക്ക് ആരുടെയെങ്കിലും കല്യാണത്തിന് പോകുമ്പോൾ നമുക്ക് ഇത്രയും ഒരുങ്ങി പോകാൻ പറ്റില്ലല്ലോ, ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അങ്ങനെ. അപ്പം എല്ലാവരും വന്നതിന് ഒരുപാട് സന്തോഷം. ഇല്ലില്ല, റിസപ്ഷനേ ഇല്ല, തീർന്നു. സദ്യ കഴിച്ച് പായസം കഴിച്ച് എല്ലാം മുടക്കി പരിപാടി തീർന്നു. ഇല്ല, അവള് മാറിയിരിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മിനിറ്റ് അപ്പുറത്താണ്. അപ്പം മിസ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടുമെന്ന് തോന്നുന്നില്ല, പക്ഷെ നമുക്ക് നോക്കാം. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, നല്ല രസമായിരുന്നു. ചേച്ചിക്ക് നല്ല ടെൻഷനായിരുന്നു, എല്ലാം നല്ലപോലെ നടന്നു. വിഷിംഗ് ദം എ വെരി ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. ഉണ്ട് 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 വീട്ടിലിനി വിഷമമുണ്ട്. നമ്മൾക്ക് ഒരുമിച്ചാണല്ലോ കിടക്കുന്നത്. ഞാനും ഓസിയും കഴിച്ചാനൊക്കെ ഒരേ ബെഡിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് മിസ് ചെയ്യും ഞാൻ. അതെ, എല്ലാവരുടെയും പോയി, എല്ലാവരും. സപ്പോർട്ട് ചെയ്തതിന് എല്ലാവരും താങ്ക് യു. സത്യം നമ്മൾ ആ എക്സൈറ്റ്മെന്റിൽ നിന്ന് ഇതുവരെ നമ്മൾ ഇറങ്ങിയിട്ടില്ല. അതാണ് നമുക്കൊന്നും ഒരു വേർഡ്സ് ആക്ച്വലി വരുന്നില്ല. ഒന്ന് കൂൾ ഡൗൺ ആയാലേ സത്യം നമുക്ക് ചിന്തിക്കാൻ ടൈം കിട്ടിയിട്ടില്ല. നമ്മുടെ 2 വർഷം അല്ലല്ല, കൂടെ പഠിച്ചതല്ല, പക്ഷെ എൻ്റെ ഗ്യാങ്ങിലേ ഉണ്ടായിരുന്ന ആളായിരുന്നു, പണ്ടേ അറിയാം. എല്ലാവരും ഭയങ്കരമായിട്ട് ആഘോഷിച്ച് നടത്തുന്ന സമയത്ത് നിങ്ങൾ ലളിതമായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചടങ്ങ് മാത്രമായിട്ട് മാറ്റിയത്? പണ്ട് മുതലേ എനിക്ക് അതായിരുന്നു ഇഷ്ടം. ഞാൻ പണ്ട് തൊട്ടേ എനിക്ക് വളരെ ഒരു പ്രൈവറ്റായിട്ട് നടത്തണമെന്നായിരുന്നു. എന്നെ ഇഷ്ടമുള്ളവരും എനിക്കിഷ്ടമുള്ളവരും മാത്രം അവിടെ നിന്ന് നമ്മളെ ബ്ലെസ് ചെയ്തിട്ട് പോകണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അതേപോലെ തന്നെ നടക്കുകയും ചെയ്തു. ബ്യൂട്ടിഫുൾ ആയിരുന്നു മൊത്തം ഇവന്റ്. മാത്രമല്ല, വരുന്നവരെ നമുക്ക് എല്ലാവർക്കും എല്ലാവരും അതനുസരിച്ച് നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ഭക്ഷണത്തിൻ്റെ എവിടെയാണ്, കല്യാണത്തിൻ്റെ എവിടെയാണ്, ചെറിയ തോതിൽ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോവിഡ് നമുക്ക് പഠിപ്പിക്കുന്നത് എന്താണ്, ചെറിയ തോതിലും നടത്താൻ പറ്റും. അനാവശ്യം ദൂരത്ത് ഒഴിവാക്കാം. അതുകൊണ്ട് ഇല്ല, നമ്മള് ഇവിടെ തന്നെയാണ്. ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സസ്പെൻസ്. അതെ, നമ്മളെല്ലാവരുടെയും അക്കൗണ്ടിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ പേഷ്യൻസ്. താങ്ക് യു. അയ്യോ, എന്റെ ഫാമിലി മുഴുവൻ ആർട്ടിസ്റ്റുകളല്ലേ, അത്രയും പേര് പോരെ, അത്രയും പേരുടെ തിരക്ക് തന്നെ അവിടെ ഒരുപാടായി. നേരത്തെ പറഞ്ഞ രാഷ്ട്രീയമാണെങ്കിലും നമുക്ക് സിനിമയിലെല്ലാം നല്ല ബന്ധങ്ങളാണ്. എല്ലാവരും നമ്മുടെ സഹോദരങ്ങൾ തുല്യമാണ്. പക്ഷേ വിളിച്ചാൽ നമ്മൾ എല്ലാവരെയും വിളിക്കണം. അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുക്കൾ, ഞാനും എൻ്റെ ഭാര്യയൊക്കെ ട്രിവാൻഡ്രത്തുകാരാണ്. എൻ്റെ അച്ഛനും ഇവരൊക്കെ ട്രിവാൻഡ്രമാണ്, അശ്വൻ്റെ വീട്ടുകാരും. അപ്പോൾ വളരെയധികം പ്രവർത്തിച്ചാൽ എല്ലാവരും വരികയും ചെയ്യും. നമുക്കത് എല്ലാവരും അതനുസരിച്ച് നല്ലപോലെ സ്വീകരിക്കാൻ കൈകാര്യം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും സ്നേഹത്തോടെ പോയി 2 കാര്യങ്ങൾ പറഞ്ഞ പോലെ, 1 നന്ദി, 2 കുറച്ചേരം കാത്തു നിർത്തി അതിന് ക്ഷമയും ചോദിക്കുന്നു. അവരെല്ലാവരും എത്തി, റിലേറ്റീവ്സ് എല്ലാവരും എത്തി. നമുക്ക് 30-35 പേര് ആക്ച്വലി ഉണ്ടായിരുന്നു റിലേറ്റീവ്സ്. അപ്പോൾ അവരെല്ലാവരും സന്തോഷമാണ്. നമുക്ക് നന്നായിട്ട് സ്വീകരിക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം, എന്തായാലും തിരിച്ചെത്തുമ്പോൾ നമുക്ക് എല്ലാവരുടെയും അഭിപ്രായം ചോദിക്കാം. വീടെത്തുമ്പോൾ നമുക്ക് എല്ലാവരും അറിയാം.